2020 ലോകകപ്പിൽ ഇത്തവണ 20 ടീമുകളാണ് 4 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടുന്നത്. ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ അവസാന 11-ൽ ആരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഉള്ളത്. നമുക്ക് ഇന്ത്യൻ ടീമിന്റെ ഇന്ന് ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ആയിരിക്കും എന്നത് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂര്യകുമാർ യാദവ് നമ്മളെ നയിക്കുന്ന ക്യാപ്റ്റൻ, 15-അംഗ ടീമിന്റെ ക്യാപ്റ്റൻ, അതോടൊപ്പം ഏറ്റവും ശക്തമായ നിരയെ തന്നെ ഇറക്കുന്ന ടീമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് സമീപകാലത്തുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് ആ മേൽക്കൈയുണ്ട്. സമീപകാലത്തെ പരമ്പരകളിലെല്ലാം ജയിച്ചിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരാണ്. 15-അംഗ ടീം, ഏറ്റവും ശക്തമായ നിര തന്നെയാണ് ഇത്തവണ ഇന്ത്യക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓപ്പണിംഗിലാണ് നമുക്ക് മലയാളികൾക്ക് കൂടി ഒരുപക്ഷെ ഒരു ആശങ്കയുള്ള കാര്യം. കാരണം ഓപ്പണിംഗിൽ ആരായിരിക്കും എത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. പക്ഷേ ലോക 1-ാം നമ്പർ താരമായിട്ടുള്ള നമ്മൾ കാണാം അഭിഷേക് ശർമ്മ ഉറപ്പായും ഓപ്പണിംഗ് സ്ഥാനത്ത് ഒരു ഭാഗത്തുണ്ടാകും. രണ്ടാമത്തെ ഓപ്പണർ ആരാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. നമുക്കറിയാം അഭിഷേക് കുറച്ച് കാലമായി തന്നെ ഇപ്പോൾ 1-ാം നമ്പർ താരമായി തുടരുകയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച വന്ന റാങ്കിങ്ങിലും 1-ാം സ്ഥാനത്താണ് അഭിഷേക് ശർമ്മ ഉള്ളത്. ലോകത്തിൽ ഇപ്പോൾ കളിക്കുന്നതിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാൾ അഭിഷേക് ശർമ്മ തന്നെയാണ്. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മറുവശത്ത് ഇവരിൽ ആരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇഷാൻ കിഷനും സഞ്ജു സാംസണും. നമുക്കറിയാം കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നത് സന്നാഹ മത്സരമാണ്. സന്നാഹ മത്സരത്തിൽ സഞ്ജു സാംസണ് അവസരം കിട്ടിയിരുന്നില്ല. ഇഷാൻ കിഷനാണ് അവസരം നൽകിയത്. ഇഷാൻ കിഷനാകട്ടെ സമീപകാലത്ത് അവസാനം മത്സരിച്ച 3 മത്സരങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിലേക്ക് നടത്തിയത് ഒരു വെടിക്കെട്ട് തിരിച്ചുവരവാണ്. അതിൽ ഒരു അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും കുറിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്രമാത്രം മികച്ച ഫോമിൽ ഇഷാൻ കിഷൻ കളിക്കുമ്പോൾ സഞ്ജുവിന് അവസരം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യ സമീപകാലത്തൊക്കെ നടത്തിയിരിക്കുന്നത് ഇടങ്കൈ വലങ്കൈ ഒരു കോമ്പിനേഷനാണ്. സമീപകാലത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ഒപ്പം സഞ്ജു സാംസണാണ് കളിച്ചത്. അതുകൊണ്ട് ആ കോമ്പിനേഷൻ ഒഴിവാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ഇന്ത്യൻ ടീമിൽ ഒരു ആലോചന ഉണ്ടാകുക. പക്ഷേ ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന ഇഷാൻ കിഷനെ മാറ്റി നിർത്തണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അവസാന ഘട്ടത്തിൽ എടുക്കേണ്ടി വരും. പക്ഷേ ഇഷാൻ കിഷനും സഞ്ജുവും ഒന്നിച്ച് കളിക്കുന്ന തരത്തിലും കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ഓപ്പണിംഗിൽ അത്തരത്തിലൊരു പരീക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ സഞ്ജു തന്നെ ഓപ്പണർ ആകും. അതോടൊപ്പം ഇഷാൻ കിഷൻ 3-ാം നമ്പറിലേക്ക് എത്തും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷനെ ഓപ്പണിംഗിൽ നിന്ന് ഒരു അവസരം കൂടി നൽകുന്നത് ഒരുപക്ഷെ മികച്ച ഫോമിലുള്ള 2 ബാറ്റർമാർ ഓപ്പണിംഗിലേക്ക് വരിക എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലായിരിക്കും ആ തീരുമാനം വരിക. സന്നാഹ മത്സരത്തിൽ നമ്മൾ പറഞ്ഞു, സന്നാഹ മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഉള്ള ഒരു സഖ്യം ഒരു പരീക്ഷണം നടത്തുകയും ചെയ്തു. അത് വിജയിക്കുന്നതും കണ്ടു. തിലക് വർമ്മയുടെ ഒരു തിരിച്ചുവരവ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തിയതാണ്. പരിക്കിന് ശേഷം ഒരു താരം തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു ഫോം ഔട്ട് ഒക്കെ കാണാറുണ്ട്. ഒരു പരിക്കിന് ശേഷം പഴയ ഫോമിലേക്ക് ഒരു തിരിച്ചു വരാനുള്ള ഒരു സമയം പലപ്പോഴും താരങ്ങൾക്ക് എടുക്കാറുണ്ട്. പക്ഷേ തിലക് വർമ്മയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. കാരണം തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ തന്നെ മികച്ച ഫോമിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. അത് സന്നാഹ മത്സരത്തിലാകട്ടെ അതിന് മുൻപ് നടന്ന ആഭ്യന്തര ക്രിക്കറ്റിലാകട്ടെ തിലക് വർമ്മ ആ ഫോം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മയുടെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഏറ്റവും മികച്ച 11-നെ നിലനിർത്തുക എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. നമ്മൾ സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ, സൂര്യകുമാർ യാദവ് ഏറെ നാൾ ഫോം ഔട്ടായി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഫോമിലേക്ക് സൂര്യകുമാർ യാദവ് തിരിച്ചെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഏറ്റവും മികച്ച 11-നെ ഇറക്കാൻ ഇന്ത്യ തയ്യാറാകും. നമുക്കറിയാം ഏറ്റവും ശക്തരായ എതിരാളികളൊന്നുമല്ല, അമേരിക്കയാണ് എതിരാളികൾ. അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രാഥമിക ഘട്ടത്തിൽ മികച്ച ഒരു നിരയെ ഇറക്കുക, അവർക്കൊരു പരിശീലന മത്സരം എന്ന തരത്തിലായിരിക്കും പലപ്പോഴും ഈ ഗ്രൂപ്പ് ഘട്ടം ഇന്ത്യ കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും ശക്തരായ എതിരാളികളൊന്നുമല്ല എതിരാളികളായി ഉള്ളത്. പക്ഷേ ഇന്നലെ ക്യാപ്റ്റനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ദുർബലർ എന്ന നിരയിൽ തലത്തിൽ ആരെയും എതിരാളികളെ കാണുന്നില്ല എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. നമുക്ക് ബൗളിംഗിലേക്ക് കൂടി പോയാൽ ഇപ്പോൾ കാണാം ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ബൗളിംഗ് നിര ഉള്ളത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബുംറ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് പനി ബാധിച്ചതിനാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കും. കാരണം അമേരിക്ക ഒരു ശക്തരായ എതിരാളികളല്ല എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നതും. എന്തായാലും മുഹമ്മദ് സിറാജിന്റെ ഒരു തിരിച്ചുവരവ്, ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോഴാണ് മുഹമ്മദ് സിറാജ് ടീമിലേക്ക് എത്തുന്നത്. സിറാജിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നത് നേരത്തെയുള്ള ആവശ്യമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോൾ മുഹമ്മദ് സിറാജ് വരുന്നു. എന്തായാലും മുഹമ്മദ് സിറാജ് ആദ്യ മത്സരത്തിൽ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബുംറ കളിച്ചില്ല എങ്കിൽ സിറാജിന് ഒരു അവസരം നൽകിയേക്കുമെന്നാണ് കരുതുന്നത്. ഇനി വാങ്കഡയിലാണ് മത്സരം. വാങ്കഡയിൽ മികച്ച ബാറ്റിംഗ് റെക്കോർഡുള്ള ഒരു സ്ഥലമാണ്. മികച്ച ഒരു പ്രകടനം ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ ഭാഗ്യ മൈതാനങ്ങളിൽ ഒന്നാണ് വാങ്കഡെ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 ലോകകപ്പ് പോലും നമ്മൾ നേടിയ ഒരു മൈതാനമാണ്. അവിടെ ഒരു മികച്ച തുടക്കം ഇടാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ്. അവിടെ 2 സ്പിന്നർമാരെ കളിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യ ഒരുപക്ഷെ 11-നെ ഇറക്കുക. ഈ 2 സ്പിന്നർമാരിൽ വരുൺ ചക്രവർത്തിക്ക് തന്നെയാണ് സാധ്യത. അതോടൊപ്പം അക്ഷർ പട്ടേൽ എന്തായാലും ടീമിൽ ഉണ്ടാകും. പക്ഷേ വരുൺ ചക്രവർത്തി ഇല്ല എങ്കിൽ കുൽദീപിന് അവസരം നൽകുന്ന തരത്തിലായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരുക്കം. പേസർമാരിൽ ഹാർദിക് പാണ്ഡ്യക്ക് 2 പേസർമാർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ ചേരുന്ന തരത്തിൽ
തരത്തിലായിരിക്കും ഇന്ത്യയുടെ 11 എന്നാണ് കരുതുന്നത്. നമ്മൾ